തുണി ഇറക്കം നോക്കി മുറിച്ച് നാലായി ഇങ്ങനെ മടക്കിയിടുക. പക്ഷേ എൻ്റെ എല്ലാ പൂക്കളും ഒരേപോലെ ആയിരിക്കണം കേട്ടോ. ഒക്കെ മേലോട്ടാണ് വള്ളി നിൽക്കേണ്ടത്, പൂമുകളിലും 2 പീസ് അങ്ങനെ ഇട്ടു. ഇനി 4 ഇഞ്ച് അടിയിലിട്ട തുണിയിൽ മാർക്ക് ചെയ്യുക. 4 ഇഞ്ച് വീതം മടങ്ങിയ ഭാഗത്ത് ഇങ്ങനെ നീളത്തിൽ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് അത് ഒരു ലൈൻ വരച്ചിട്ടു. മറ്റേ തുണി അതിനൊപ്പം വെച്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ നോക്കുന്നത് കേട്ടോ. കണ്ട മേലെ ഇട്ടു. ഇനി കഴുത്തകലം 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. കഴുത്തിറക്കം ബാക്കാണ് 6.5 ഇഞ്ച് ബാക്കിറക്കം എടുത്തു. അതിൽ മാർക്ക് ചെയ്തു. ഷോൾഡർ 3 ഇഞ്ചാണ്, കൈക്കുഴി 6 ഇഞ്ച്. കൈക്കുഴിയും വരയ്ക്കണം. കൈക്കുഴി 1.5 ഇഞ്ച് എടുത്ത് വരച്ചു. ഇനി ഫ്രണ്ട് കൈക്കുഴിയാണ് 1/2 ഇഞ്ച് കുഴിച്ച് വരയ്ക്കാനുള്ളത് കേട്ടോ. ചെസ്റ്റ് 12 ഇഞ്ച് എടുത്തു. വേസ്റ്റ് 14 ഇഞ്ച് താഴെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴേക്ക് 21 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു 10.5 ഇഞ്ച് സ്ലിറ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്തു. ഇനി അടിയിലെ വട്ടം മുഴുവൻ എടുക്കുകയാണ്. ഒരു 3 ഇഞ്ച് മുറിഞ്ഞ തേര് ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് മേലോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് സ്കെയിൽ വെച്ചോ ടേപ്പ് വെച്ചോ വരയ്ക്കുന്നു. ആ 3 ഇഞ്ചിൽ നിന്ന് കർവായിട്ട് വരയ്ക്കുക. ഇനി കട്ട് ചെയ്യാണ് കേട്ടോ. ഉണ്ട് കൈക്കുഴി കട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഇനി ബാക്ക് കഴുത്ത് കർവ് വരച്ച് കട്ട് ചെയ്യുക. നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ 12 ഇഞ്ച് നീളത്തിൽ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടു. ഇനി കഴുത്തകലം വെച്ച് ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് വി മാർക്ക് ചെയ്തു. പക്ഷേ 1.5 ഇഞ്ചും കൂടി നമ്മൾ കൂടുതൽ കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. നമ്മൾ പട്ട വെച്ച് നോക്കിയിട്ട് അത് കട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കഴുത്തിന് വയ്ക്കണ കൈക്കുഴി കുഴിച്ച് കെട്ടാം. ഇനി കഴുത്തിന് വയ്ക്കണ പടി അത് കട്ട് ചെയ്തെടുക്കാം. 2 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഒരു 14 ഇഞ്ച് നീളത്തിൽ 2 ഇഞ്ച് വീതിയിൽ 2 പീസ് തുണി കട്ട് ചെയ്തെടുക്കുക. ആ തുണിയിൽ നമുക്ക് 1.5 ഇഞ്ച് വീതി അടിച്ച് വരുമ്പോൾ ഉണ്ടാകണം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 1.5 ഇഞ്ച് നമ്മൾ വീണ്ടും ഫ്രണ്ട് കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ്. 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. 1.5 ഇഞ്ച് കൂടി വീതിയിൽ നമ്മൾ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഷോൾഡർ കൂടുതൽ വരും. അതാണ് അത് കട്ട് ചെയ്യണത് കേട്ടോ. ഉണ്ടോ, പട്ടയുടെ അത്ര വീതി കട്ട് ചെയ്തെടുത്തു. ഇനി ആ പട്ട അങ്ങനെ വെച്ചടിക്കുക. ഉണ്ടോ, ഇതിങ്ങനെ പ്ലേറ്റിട്ട് നമ്മൾക്ക് ചേർത്ത് വെച്ചടിക്കണം. ഇനി ബാക്ക് പീസിൻ്റെ നമ്മൾ ഷേപ്പ് വരച്ചത് ഒന്നും കൂടി കട്ട് ചെയ്യാനുണ്ട്. അത് നേർക്ക് വരച്ച് അതും കട്ട് ചെയ്തെടുക്കുക. ബാക്ക് സൈഡല്ല, ഫ്രണ്ട് സൈഡ്, സോറി. ഇനി കൈ വെട്ടാം. 30 ഇഞ്ച് നീളത്തിൽ ഫുൾ കൈയാണ് വെട്ടുന്നത്. ചുരുളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് 30 ഇഞ്ച് എടുത്തിട്ടുള്ളത്. 9 ഇഞ്ച് വീതി, 30 ഇഞ്ച് ഇറക്കത്തിൽ കൈ മാർക്ക് ചെയ്യുക. തുമ്പ് വണ്ണം
4.5 ഇഞ്ചാണ്. 4.5 ഇഞ്ചിൽ നിന്ന് 10 ഇഞ്ച് വരെ നമുക്ക് നീളത്തിൽ വരയ്ക്കാം, ഒരേ ലെവലിൽ വരയ്ക്കാം. ബാക്കിയുള്ള ഭാഗം കർവ് പോലെ വരച്ചു നമുക്ക് കുഴിച്ച് വരയ്ക്കാം. കുഴിച്ച് വരച്ചു കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ സ്ലീവ് കട്ട് ചെയ്യലും കഴിഞ്ഞു. കുറച്ച് നമുക്ക് വേണമെങ്കിൽ കുഴിച്ച് വെട്ടാട്ടോ. ലേശം കുഴിച്ച് വെട്ടി. അപ്പോൾ സ്ലീവിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലീറ്റ് ഇടാം. നമ്മൾ കൂടുതൽ ചതുരം വെട്ടിയിട്ടില്ലേ വി വയ്ക്കാൻ വേണ്ടിയിട്ട്, അവിടെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഒരു 2 ഇഞ്ച് വീതിയിൽ ഫ്ലീറ്റ് ഇടാം. ഇങ്ങനെ ഫ്ലീറ്റ് ഇട്ടു. ഫ്ലീറ്റ് ഇട്ട് വെച്ചു. നമുക്ക് പട്ട അതുമേ അറ്റാച്ച് ചെയ്യണം. പട്ട എടുത്തിട്ട് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ 2 മടക്കിയിട്ട് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് അടിച്ച് എടുക്കുക. ആ ഫ്ലീറ്റ് വരെ അടിച്ച് കെട്ടിട്ട് നിർത്തുക. നിർത്തി അങ്ങനെ മറ്റേ ഭാഗവും നമുക്ക് ജോയിൻ ചെയ്യാം. മറ്റേ ഭാഗവും അതുപോലെ തന്നെ ഫ്ലീറ്റ് വരെ അടിച്ച് കെട്ടിട്ട് നിർത്താം. ഈ 2 ഭാഗത്തും ഓരോ കട്ടിട്ട് കൊടുക്കും മൂലകളിൽ. 2 മൂലയിലും ഇട്ടിട്ട് അതിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് മറച്ച് വയ്ക്കുക, മടക്കി വയ്ക്കുക. എന്നിട്ട് ആ പ്ലേറ്റ് ശരിക്ക് വെച്ച് അടിച്ച് തുടങ്ങാം. ഇങ്ങനെ പതിച്ചടിച്ച് എടുക്കുക. പ്ലേറ്റിൻ്റെ അവിടെ വരുമ്പോൾ പ്ലേറ്റിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് മടക്കി ക്ലിയറാക്കി വെച്ച് അതിൻ്റെ തുമ്പത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ അതിന് മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് മറ്റേ ഭാഗവും പതിച്ചടിക്കുക. മറ്റേ ഭാഗവും ഇതുപോലെ തന്നെ പതിച്ചടിക്കുക. അപ്പോൾ നെക്കിൻ്റെ പണി കഴിഞ്ഞു, ഫ്രണ്ട് നെക്കിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഉണ്ടോ? ഇങ്ങനെയാണ് നെക്ക്